പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. രാവിലെ സമയം കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്തൃദാസന്മാർക്കുമുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ചില ദിവസങ്ങളായിട്ട് ശുശ്രൂഷയോടുള്ള ബന്ധപ്പെട്ട് ബാംഗ്ലൂർ പട്ടണത്തിലായിരുന്നതുകൊണ്ട് ദൈവവചനം ധ്യാനിപ്പാനോ പ്രസംഗിപ്പാനോ ഒന്നുള്ള അവസരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ചുരുക്കമായി കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവച്ച് പ്രാർത്ഥിക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹായുടെ ഈടുറ്റ 14 ലേഖനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വകരമായിട്ടുള്ള ലേഖനമാണ് റോമാലേഖനം. റോമാലേഖനം എന്ന് പറയുന്നത് നിരവധി കാര്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു പഠനം നമുക്ക് നൽകുന്ന ലേഖനമാണ്. അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് എന്താണ് ലഭിച്ചത്, നമ്മുടെ രക്ഷയുടെ പ്രാധാന്യം, കൂടാതെ വിശ്വാസത്താലുള്ള നീതീകരണം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് നൽകിത്തരുന്നത് ആഴത്തിലുള്ള ചില പഠനങ്ങളാണ്. പൗലോസ്ലീഹ AD 57 കാലഘട്ടത്തിൽ എൻ്റെ 3-ാം മിഷണറി യാത്രയുടെ ഏറ്റവും ഒടുവിലത്തെ സമയത്ത് കൊരിന്തിൽ വെച്ചാണ് റോമാലേഖനം എഴുതുന്നതെന്നാണ് കരുതപ്പെടുന്നത്. നമുക്ക് ഈ ലേഖനത്തിലെ എല്ലാ വിഷയങ്ങളും പറഞ്ഞു പോകാനുള്ള സമയം നമുക്ക് രാവിലെ ഇല്ല. ആകയാൽ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 8-ാം അധ്യായത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് കാണാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണ് നാം 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 39 വാക്യങ്ങളിൽ കാണുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എവിടെയോ നാം ബന്ധിക്കപ്പെട്ടത് കൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രഖ്യാപനം ആവശ്യമായി വന്നത്. എവിടെയാണ് നാം ബന്ധിക്കപ്പെട്ടത്? അത് 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ശരീരം 2 പ്രമാണങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് പാപത്തിന്റെ പ്രമാണം, 2 മരണത്തിന്റെ പ്രമാണം. The law of sin, the law of death. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, സ്നാനപ്പെട്ടു എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഈ 2 പ്രമാണങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്.
പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട്, പ്രഭാഷണ ജീവിതത്തിൽ വന്നിട്ട് ദീർഘവർഷങ്ങളായി. പൗലോസ് പറയുന്നു, ഞാനൊരു വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ആത്മസ്നാനം പ്രാപിച്ചിട്ട് ദീർഘവർഷങ്ങളായി, പക്ഷെ ഇപ്പോഴും പാപത്തിന്റെയും മരണത്തിന്റെയും രണ്ട് പ്രമാണം എന്നെ വല്ലാതെ ദണ്ഡിപ്പിക്കുന്നു. അതിന്റെ അടിമത്തത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം അതിനകത്തൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ് ഈ 8-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഗഹനമായ പഠനത്തിന് 5, 6, 7 അധ്യായങ്ങളുടെ പഠനം അത്യാവശ്യമാണ്. 5, 6, 7 അധ്യായങ്ങളുടെ ഒരു തുടർ പഠനമാണ് 8-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഈ 3 അധ്യായങ്ങളിലും വിശദമായി നമ്മൾ പഠിച്ചാൽ പാപത്തിന്മേലുള്ള ജയത്തിനുള്ള വഴികൾ പൗലോസ് വിശദീകരിക്കുന്നത്. 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ജീവനിൽ വാഴുവിൻ എന്നുള്ളതാണ് പൗലോസ് സന്ദേശം നൽകുന്നത്. ജീവനിൽ വാഴുവിൻ എന്നുള്ളതാണ് പൗലോസിന്റെ സന്ദേശം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവരാകുവീൻ എന്നുള്ളതാണ് പൗലോസിന്റെ സന്ദേശം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണത്തെയും ക്രിസ്ത്യാനിയെയും പൗലോസ് വിശദീകരിക്കുകയാണ്. അല്ലെങ്കിൽ ന്യായപ്രമാണവും ക്രിസ്ത്യാനിയും എന്നുള്ളതാണ് 7-ാം അധ്യായത്തിലെ വിഷയം. ഈ 3 അധ്യായങ്ങൾ, 5, 6, 7 അധ്യായങ്ങൾ നന്നായി വിശദീകരിച്ച് പഠിച്ചിട്ടാണ് 8-ാം അധ്യായത്തിലേക്ക് പോകേണ്ടത്. ഞാൻ ഇന്ന് അതിന് മുതിരുന്നില്ല. ഞാൻ ഡയറക്റ്റ് ചില കാര്യങ്ങൾ പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയുള്ളൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, പാപം എങ്ങനെയാണ് പ്രവേശിച്ചതെന്ന്, പാപം എന്താണ് ചെയ്യുന്നതെന്നൊക്കെ 5-ാം അധ്യായം വ്യക്തമാണ്. നമുക്ക് 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരിലും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ ആദാം എന്ന ഏക മനുഷ്യനാൽ പാപം പ്രവേശിക്കപ്പെട്ടു. അപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്തിരിക്കുകയാൽ മരണം സകല മനുഷ്യരിലും വരുന്നു. ഇതാണ് 5-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. പാപം എങ്ങനെയാണ് ലോകത്തിൽ കടന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായത്. ആദമിലൂടെ പാപം മാനവകുലത്തിൽ കടന്നു. ഇവിടെ 3 പ്രധാനപ്പെട്ട വാക്കുകൾ, ഞാൻ ഈ അധ്യായത്തിന് മാത്രമല്ല മറ്റധ്യായങ്ങളിൽ നിന്നുമായി 3 പ്രധാനപ്പെട്ട വാക്കുകൾ ഈ പാപവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ഒന്നാമത്തെ പദം വാഴുന്ന പാപം. വാഴുന്ന പാപം. 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പാപം ഒരാളിൽ പ്രവേശിച്ചാൽ എന്തു ചെയ്യുന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാഴുന്നു.
ഇത് മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു എന്ന് പറഞ്ഞാൽ പാപം മനുഷ്യരിൽ പ്രവേശിച്ചാൽ അത് വാഴുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഇതേ വിഷയത്തിലേക്ക് വരാം. ഇവിടെ മരണം വാണു എന്നാണ്. മരണം വാഴുന്നു എന്ന് പറഞ്ഞാൽ പാപം വാഴുന്നു എന്നാണ് അർത്ഥം. ഇതേ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ മരണം എന്നുള്ളത് മാറി അവിടെ ക്ലിയറായി പാപം എന്ന് തന്നെ പറയുന്നു. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നോക്കി, അപ്പോൾ പാപം ഒരാളിൽ പ്രവേശിച്ചാൽ ആ ആളിൽ വാഴാൻ തുടങ്ങും. അവൾ വാഴുന്ന പാപത്തെയാണ് ഇവിടെ കാണുന്നത്. എന്നിലാകട്ടെ നിങ്ങളിലാകട്ടെ പാപം ഒരാളിൽ പ്രവേശിച്ചാൽ അത് ചിന്തയിലൂടെ ആകട്ടെ പ്രവൃത്തിയിലൂടെ ആകട്ടെ ആ പാപം നിങ്ങളെ വാഴും. എന്താ അതിന് പറയുന്നത്? സ്തോത്രം. പാപം നിങ്ങളിൽ വാഴാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങളുടെ മർത്യ ശരീരം ആ പാപത്തിന് എന്തൊക്കെ മോഹങ്ങളുണ്ടോ അതിനെ അനുസരിക്കും. ദൈവാത്മാവിനെ അല്ല അനുസരിക്കുന്നത്. പാപത്തിന് എന്തൊക്കെ മോഹങ്ങളുണ്ടോ അതിനെ അനുസരിക്കാൻ തുടങ്ങും. അതിന്റെ കാരണം പാപം നിങ്ങളിൽ വാഴുവാൻ തുടങ്ങി. ഇനി അതിന് കുറച്ചുകൂടെ ക്ലിയറായി പറഞ്ഞാൽ ഇവിടെ പൗലോസ്ലീഹ പറയുന്ന മറ്റൊരു കാര്യം കൂടെ നിങ്ങളത് ഓർപ്പിക്കാം. സ്തോത്രം. പൗലോസ് പറയുന്നു, പാപം നമ്മെ വാഴാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുന്നത്? 6-ാം അധ്യായത്തിൽ തന്നെ 13-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. അപ്പോൾ പാപം നമ്മുടെ ശരീരത്തിൽ മർത്ത ശരീരത്തിൽ വാഴുവാൻ തുടങ്ങിയാൽ നാം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കപ്പെടും, സാത്താന് സമർപ്പിക്കപ്പെടും. പ്രധാനമായി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അനീതിയുടെ ആയുധമായി സമർപ്പിക്കും. നമ്മുടെ കണ്ണ് വേണ്ടാത്തതിലേക്ക് പോകും, നമ്മുടെ ചെവി വേണ്ടാത്തത് കേൾക്കും, നമ്മുടെ മൂക്ക് വേണ്ടാത്തത് നടക്കും, നമ്മുടെ നാക്ക് വേണ്ടാത്തത് സംസാരിക്കും, നമ്മുടെ ത്വക്ക് വേണ്ടാത്ത സ്പർശനങ്ങൾ. അർത്ഥാൽ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കപ്പെട്ട എന്താണ് സംഭവിക്കുന്നത്? പാപം നമ്മളിൽ വാണു. ആ വാഴ്ച നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ അനീതിയുടെ ആയുധത്തിന് കീഴ്പ്പെട്ടു, സാത്താന് സമർപ്പിക്കപ്പെട്ടു. അതിനകത്തുനിന്നൊരു മോചനം കിട്ടണമെങ്കിൽ 13-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കണം. അപ്പോൾ സാത്താന്റെ കയ്യിൽ പോയ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ അനീതിയുടെ ആയുധമായി സമർപ്പിക്കപ്പെട്ട നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നാം ആ അവയവങ്ങളെ മരിപ്പിക്കണം. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം. നാം നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കണം. വളരെ വ്യക്തമായിട്ട് എട്ടാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ എങ്ങനെയാണ് മരിപ്പിക്കേണ്ടത്? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ അവയവങ്ങളെ മരിപ്പിക്കണം.
അങ്ങനെ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെയും അവയവങ്ങളെയും മരിപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളെ അനീതിയുടെ കീഴിൽ നിന്ന് വിടുവിച്ചെടുത്ത് ദൈവത്തിന് നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കാൻ കഴിയും. ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിങ്ങളുടെ ശരീരത്തിൽ കയറി വാണ് നിങ്ങളുടെ ശരീരത്തെ പാപത്തിന്റെ മോഹങ്ങൾക്ക് വിധേയപ്പെടുത്തി അനുസരിപ്പിച്ച നിങ്ങളുടെ ശരീരത്തെ വാണുകൊണ്ടിരുന്ന ആ പാപത്തിന്റെ മുഴുവൻ സ്വാധീനങ്ങളെയും നിങ്ങളിൽ നിന്ന് വേരോടെ പറിച്ചു കളയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആത്മാവിനാൽ നിങ്ങളുടെ ശരീരത്തെ മരിപ്പിക്കുക. ആത്മാവിനാൽ നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിച്ചാൽ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ അടിമയാക്കി വെച്ച നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ അനീതിയുടെ ആയുധമാക്കി സമർപ്പിക്കപ്പെട്ട ആ പാപത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ പ്രാപിച്ച് നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയും. നിങ്ങളെ അതിന് സഹായിക്കുന്നവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഒന്നാമത്തെ ഒരു പദമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്, വാഴുന്ന പാപം. ഈ രണ്ടാമത്തെ പദം റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ന്യായപ്രമാണം ആത്മീകമാണ്, ഞാനോ ജഡമയൻ, പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. രണ്ടാമത്തെ പദം ദാസനാക്കി മാറ്റുന്ന പാപം. ഒന്ന് വാഴുന്ന പാപമെങ്കിൽ, രണ്ട് ദാസനാക്കി മാറ്റുന്ന പാപം. പാപം ഒരാളിൽ പ്രവേശിച്ചാൽ ആ പാപം ആ വ്യക്തിയെ ദാസനാക്കി കളയും, അടിമയാക്കി കളയും. അങ്ങനെ അടിമയാക്കി കളഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ അടിമയാക്കി കളഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അത് അവിടെ എഴുതിയിട്ടുണ്ട്. 15-ാം വാക്യം 16-ാം വാക്യം ഒക്കെ പറയുന്നു, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിന് അത്രേ ഞാൻ ചെയ്യുന്നു. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം. പൗലോസ് പറയുന്നു, ന്യായപ്രമാണം ആത്മീകമാണ്, ഞാനോ ജഡമയമുള്ളവൻ. നമ്മളെല്ലാവരും സമ്മതിക്കണം, നമ്മൾ ജഡത്തിലാണ് വസിക്കുന്നത്, ജഡമയത്വമുണ്ട്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു, പക്ഷേ നമ്മുടെ ജഡം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അത് കർത്താവിന്റെ 2-ാം വരവിൽ സംഭവിക്കും. അപ്പോൾ നാം എത്ര അന്യഭാഷ പറഞ്ഞാലും എത്ര കൈയടിച്ചാലും നാം ജഡത്തിലാണ് നാം വസിക്കുന്നത്. അതൊരു ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. നാം വസിക്കുന്ന ജഡത്തിലാണ്. അതുകൊണ്ട് തന്നെ പാപം ഒരാളിൽ പ്രവേശിച്ചാൽ അവരെ പാപത്തിന്റെ ദാസനാക്കി മാറ്റും, പാപത്തിന്റെ അടിമയാക്കി മാറ്റും. പാപത്തിന്റെ ദാസനാക്കിയാൽ എന്താ സംഭവിക്കുന്നത്? പൗലോസ് പറയുന്നു, ഞാൻ നന്മ ചെയ്യാനാണ് ഇച്ഛിക്കുന്നത്, പക്ഷെ ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോവുകയാണ്. 19-ാം വാക്യം 7-19 പൗലോസ് ക്ലിയറായി പറയുന്നു, നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നു, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. എന്ത് തിന്മയാ പൗലോസ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ബേസിക്കലി പൗലോസിന്റെ ഇഷ്ടം നന്മ ചെയ്യാനാണ്, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോവുകയാണ്. നമ്മുടെ ആളുകളെല്ലാം ബേസിക്കലി സാധുക്കളാണ്, വെറും പാവങ്ങളാണ്. പക്ഷേ ഈ പാപം അവരെ ദാസരാക്കി കഴിഞ്ഞാൽ, പാപം അവരെ അടിമയാക്കി കളഞ്ഞാൽ, അവരാഗ്രഹിക്കുന്നത് നല്ലവനായി ജീവിക്കണം, പാപം ചെയ്യരുന്നൊക്കെയാ. പക്ഷേ അവരറിയാതെ അവർ ഇച്ഛിക്കാത്ത ആ വലിയ തിന്മ അവർ ചെയ്തു പോവുകയാണ്. അത് കാണുന്നത് പാപമാണ്, അതിലേക്ക് നോക്കരുത് എന്ന് അവർക്കറിയാം. പക്ഷേ അവരറിയാതെ നോക്കിപ്പോവുകയാണ്. സംസാരിക്കുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം, പക്ഷേ അവരറിയാതെ സംസാരിക്കുകയാണ്.
ചുരുക്കം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാത്ത പലതും ശരീരം കൊണ്ടും ചിന്തകൾ കൊണ്ടും ഒക്കെ ചെയ്തു പോകും. അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും. കാരണം പാപം നിങ്ങളെ ദാസനാക്കി കഴിഞ്ഞു, അടിമയാക്കി കഴിഞ്ഞു. യജമാനൻ പാപമാണ്. യജമാനൻ പറയുന്നത് ദാസൻ ചെയ്തേ പറ്റൂ എന്ന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാപം നിന്നിൽ വാണാൽ നിന്റെ അവയവങ്ങൾ അനീതിയുടെ ആയുധമാകും. പാപം നിന്നെ ദാസനാക്കിയാൽ നന്മ ചെയ്യാൻ ഇച്ഛിക്കും, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ വന്നപ്പോൾ പൗലോസിന്റെ ഒരു നിലവിളിയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. സ്തോത്രം. പൗലോസ് കരയുക. കാരണം പൗലോസിന്റെ ശരീരത്തിൽ 2 പ്രമാണം കിടക്കുന്നു, പാപത്തിന്റെ പ്രമാണം, മരണത്തിന്റെ പ്രമാണം. ഇത് പൗലോസിനെ ദണ്ഡിപ്പിക്കുകയാണ്, ഈ 2 പ്രമാണങ്ങൾ. അതുകൊണ്ട് പൗലോസ് നിലവിളിക്കുകയാണ്, എന്നെ ആരാണ് വിടുവിക്കുന്നത് ഈ പ്രമാണത്തിൽ നിന്ന്? പാപത്തിന്റെ ഈ പ്രമാണത്തിൽ നിന്ന്, മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പൗലോസിന്റെ വേദനയോടുകൂടെയുള്ള ചോദ്യം അവിടെ കേൾക്കാം. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടെ പാപം ചെയ്യുന്നത് നമുക്ക് 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കാണാം. വാഴുന്ന പാപം, ദാസനാക്കുന്ന പാപം മാത്രമല്ല, മറ്റൊന്നുകൂടെ ഇവിടെ പറയുന്നുണ്ട്. 6-ന്റെ 14 കർത്തൃത്വം നടത്തുന്ന പാപം. പാപം നമ്മിൽ കർത്തൃത്വം നടത്തും. കാരണം നാം ന്യായപ്രമാണത്തിന് വിധേയപ്പെട്ട് ജീവിച്ചാൽ പാപം നമ്മൾ കർത്തൃത്വം നടത്തും. എന്നാൽ നിങ്ങളുടെ മേൽ കൃപ വെളിപ്പെടാൻ തുടങ്ങിയാൽ, നിങ്ങൾ കൃപയ്ക്ക് അധീനരായി തീർന്നാൽ, കൃപ നിങ്ങൾ വാഴാൻ തുടങ്ങിയാൽ പാപത്തിന്റെ കർത്തൃത്വം നിങ്ങളിൽ പൊളിയും. പല പുതിയ നിയമ വിശ്വാസികളും ന്യായപ്രമാണത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴും അവരുടെ ജീവിത ശൈലികളും അവരുടെ പ്രസംഗങ്ങളും രീതികളും ഒക്കെ ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യായപ്രമാണവും അനുസരിച്ചാണ്. പാപം അവരിൽ കർത്തൃത്വം നടത്തും. ഫോർ സിൻ ഷാൽ നോട്ട് ഹാവ് ഡൊമീനിയൻ ഓവർ യു. കർത്തൃത്വം നടത്തും പാപത്തിന്റെ. ഇന്ന് രാവിലെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാകാം, സ്നാനപ്പെട്ടവരാകാം, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാകാം. നിങ്ങൾ ശ്രദ്ധിക്കുക, വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഏകദേശം 30 വർഷം അടുക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത്, അയ്യോ പാപം നമ്മൾ വാഴരുത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധമാകും. പാപം നിങ്ങളെ ദാസനാക്കിയാൽ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യേണ്ടി വരും. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തിയാൽ നിങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. എന്നാൽ ഞാൻ ജഡമയമുള്ളവനാണ്, എന്നെ ആരാണ് ഈ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും, മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും, മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്നും എന്നെ ആര് വിടുവിക്കും? പൗലോസ് നിലവിളിക്കുന്നു, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പൗലോസിന്റെ നിലവിളി ശബ്ദം കേൾക്കാം. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ നിലവിളി അവിടെ കേൾപ്പാനില്ല. പൗലോസിന്റെ ഈ ഭയം ഭയങ്കരമാണ്. കാരണം പൗലോസ് ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ ഞാൻ ദിവസേന ദണ്ഡിപ്പിക്കും. ആ പൗലോസിന്റെ ഭയം നിങ്ങൾ ഓർക്കും.
ഞാൻ നിങ്ങളോട് വചനം പ്രസംഗിച്ചിട്ട് ആ വചനത്തിൽ ഞാൻ തെറ്റിപ്പോകാതിരിപ്പാൻ, ദിവസേന കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസിന് ഒരു ടെൻഷനുമില്ല, നിലവിളിയില്ല, കരച്ചിലില്ല, വേദനയില്ല, ഭയങ്കര ഹാപ്പിയാണ്, സെലിബ്രേഷൻ മൂഡാണ്, എൻജോയ് ചെയ്യുകയാണ്. എന്താണ് പൗലോസ്? ഇപ്പോൾ പാപം നിങ്ങളെ ദാസനാക്കുന്നില്ലേ? പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം വാഴുന്നില്ലേ? പാപം നിങ്ങളുടെ മേൽ വാഴുന്നില്ലേ? പൗലോസ് പറയുന്നു, പാപത്തിന് എൻ്റെ മേൽ യാതൊരു വിധമായ അധീനതയും ഇല്ല. ഞാൻ പാപത്തിന് വിധേയത്വത്തിലല്ല ഇപ്പോൾ ജീവിക്കുന്നത്. പാപത്തിന് എന്നെ ജയിക്കാൻ കഴിയില്ല. ഞാൻ ചോദിച്ചു, അതെങ്ങനെ സംഭവിച്ചു? അതാണ് പൗലോസ് പറയുന്നു, 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിലേക്ക് സ്വാതന്ത്ര്യം വരുത്തുവാൻ 3-മതൊരു പ്രമാണം എൻ്റെ അകത്തു വന്നു. അവന്റെ പേരാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഫോർ ദ ലോ ഓഫ് ദ സ്പിരിറ്റ്. ഇന്ന് രാവിലെ മർക്കോസിന്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് വന്നത് കൈയടിക്കാനും അന്യഭാഷ പറയാനും മാത്രമല്ല, പിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തി പാപത്തിന്മേൽ അസാധാരണ ജയം നൽകി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുള്ള വിജയകരമായൊരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നിന്നെ സഹായിക്കാനാണ് പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ വന്നത്. അതാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള പരമപ്രധാനമായ ലക്ഷ്യം. വാനിറച്ച് അന്യഭാഷ പറയുകയും കൈയടിക്കുകയും ചെയ്തിട്ടും പാപത്തിൽ തുടരുന്ന, വിശുദ്ധിയില്ല ജീവിക്കുന്ന പലരുമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന് നിനക്ക് നൽകിയത് സ്വാതന്ത്ര്യം നൽകിത്തരാനാണ്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഇതിന്റെ പ്രമാണത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം നിനക്ക് നൽകിത്തരാൻ. അതിനാണ് ഹോളി സ്പിരിറ്റ്, ഹോളി ഗോസ്റ്റ് വന്നിരിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുയേശു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതെ, ക്രൂശിൽ യേശു ക്രിസ്തു പാപത്തിന്റെയും മരണത്തിന്റെയും ശാപത്തിൽ നിന്നും എല്ലാം സ്വാതന്ത്ര്യം വരുത്തി. പക്ഷെ ആ ക്രൂശിൽ യേശു വരുത്തിയ സ്വാതന്ത്ര്യം ക്രൂശിൽ നിന്ന് നമ്മളിൽ അപ്ലൈ ചെയ്യുന്നവന്റെ പേരാണ് പരിശുദ്ധാത്മാവെങ്കിൽ, ഇന്ന് രാവിലെ സമയം ആ പരിശുദ്ധാത്മാവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ആ പരിശുദ്ധാത്മാവിനെ എങ്ങനെ നാം സ്തോത്രം ചെയ്യാതിരിക്കും? കാരണം ഇതുപോലെ നമ്മെ സ്നേഹിച്ച്, ഇതുപോലെ നമ്മളെ കരുതി, ഇതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന മറ്റൊരാളില്ല. അവന്റെ പേരാണ് പരിശുദ്ധാത്മാ. ഇത് അവന്റെ യുഗമാണ്, ഇത് അവന്റെ സമയമാണ്. ആകയാൽ നമുക്കിന്ന് പ്രഭാതത്തിൽ ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാം. കർത്താവ് നമ്മെ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. വചനം നിരവധി പേരുടെ കണ്ണു തുറക്കുവാൻ, വചനം പല ആളുകളുടെയും ജീവിതത്തിൽ വിടുതലാക്കി തീർക്കുവാൻ പ്രാർത്ഥിക്കും. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിലുള്ള സ്വാതന്ത്ര്യം എല്ലാവരുടെ മേലും കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. കർത്താവ് അങ്ങനെ ചെയ്യും. ഈ ജനത്തെ വിജയകരമായ ക്രിസ്തു ജീവിതം നയിപ്പാൻ, വിജയകരമായ വിശുദ്ധ ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥനകൾക്കും അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് പ്രാർത്ഥനയ്ക്ക് ആചരണം കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള സകല സമശിഷ്ടങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉണ്ടാവത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാവിലെ സമയം ചെയ്യാൻ നൽകി പിതാവിനെ ശക്തിയോട് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. God bless you and thank you all.